ജോൺ ഡണ്ണിൻ്റെ ദ ഗുഡ് മോറോ എന്നുള്ള പോമാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. ജോൺ ഡൺ ഒരു ഇംഗ്ലീഷ് പോയിറ്റാണ്, ലോയറാണ്, ഗ്രേറ്റസ്റ്റ് ആയിട്ടൊരു മെറ്റാഫിസിക്കൽ പോയിറ്റാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ മെറ്റാഫിസിക്കൽ പോയിട്രിയെക്കുറിച്ചും ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പോയിട്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻ്റലക്ച്വൽ പോമാണ്, പാരഡോക്സസ് ഒരുപാട് യൂസ് ചെയ്യും, വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഓപ്പണിങ്സ് ആണ്. പിന്നെന്താണ്, റിലീജിയസ് പോയിട്രി എഴുതിയിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ലവിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദ ഗുഡ് മോറോ എന്നുള്ള പോമാണ് നമ്മൾ നോക്കുന്നത്. വൺ ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് മെറ്റാഫിസിക്കൽ പോവംസ് ആണ് ഈ ഒരു ഗുഡ് മോറോ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻസ 1 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻസ 1 ജോൺ ഡൺ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞില്ല, വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ പോംസിലെല്ലാം ഉള്ളത്. അപ്പോൾ ജോൺ ഡൺ ബിഗിൻ ചെയ്യുന്ന ഒരു അസ്റ്റോണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സർപ്രൈസിലൂടെയാണ് തുടങ്ങുന്നത്. ഹി ഈസ് ക്വസ്റ്റനിങ് വാട്ട് ഹി ആൻഡ് ഹിസ് ബിലവഡ് വെയർ ഡൂയിങ് ബിഫോർ ദേ ഫെൽ ഇൻ ലവ്. ഇഷ്ടത്തിലാവുന്നതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ കാമുകിയും കൂടി എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അതായത് എങ്ങനെയായിരുന്നു അവർ മൊമെൻറ്റ്സ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അവരുടെ ഏർലിയർ ലൈഫിനെ ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ചൈൽഡിഷ് അല്ലെങ്കിൽ ഇമ്മച്യൂർ എന്നാണ് പറയുന്നത്. അതായത് ഇൻഫൻസ് എങ്ങനെയാണോ, അതായത് കൊച്ചുകുട്ടികൾ എങ്ങനെയാണോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെയായിരുന്നു, അത്രയും ഇമ്മച്യൂർ ആയിട്ടുള്ള ചൈൽഡിഷ് ലൈഫ്സ് ആയിരുന്നു ഇവർക്ക് സ്നേഹിക്കുന്നതിന് മുന്നേ ഉള്ള ലൈഫ് എന്ന് ഇദ്ദേഹം കമ്പയർ ചെയ്യുവാണ്. അവരുടെ പ്രീവിയസ് പ്ലഷേഴ്സ്, അതായത് അവർ ഉറങ്ങിയിരുന്നു, അവർ ട്രിവിയൽ ആയിട്ടുള്ള ഗെയിംസിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഷാലോ ആയിരുന്നു. അതൊന്നും ഒട്ടും അതൊന്നും ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു, നോട്ട് സിഗ്നിഫിക്കൻ്റ് അല്ലായിരുന്നു എന്ന് ഇദ്ദേഹം പറയുവാണ്. ഇപ്പോൾ അവർ ട്രൂ ലവിലാണ്. അപ്പോൾ ആ ട്രൂ ലവിൻ്റെ അവേക്കനിങ്ങിലാണ് ഇപ്പോൾ ബിലവഡും അദ്ദേഹവും കൂടെ, നമ്മുടെ പോയിറ്റും കൂടി. സോ ബിഫോർ ഫോളിങ് ഇൻ ലവ് ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം വെറും ഷാലോ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, വെറും മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആൻഡ് യൂസ്ലെസ് അല്ലെങ്കിൽ മീനിങ്ലെസ്, അവർ വെറും ഇൻഫൻസിനെ പോലെ ഒരു ചൈൽഡിഷ് ആൻഡ് ഇമ്മച്യൂർ ലൈഫായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ലവിനെ ഇവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത് ഒരു അവേക്കനിങ് ആയിട്ടാണ്, മെച്യൂരിറ്റിയിലോട്ടുള്ള അവേക്കനിങ്, അല്ലെങ്കിൽ റിയൽ എക്സിസ്റ്റൻസ് ഇവർക്ക് കിട്ടിയത് ലവിലൂടെയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടായത് ലവിന്, അതായത് വെൻ ദേ ഫെൽ ഇൻ ലവ് വിത്ത് ഈച്ച് അതർ. സ്റ്റാൻസ 2 പറയുന്നത്, പോയിറ്റ് ഗ്രീറ്റ്സ് ഗുഡ് മോർണിംഗ് ഓഫ് ദെയർ സോൾസ് അവേക്കൻഡ് ബൈ ലവ്. അതായത് ഒരു ഗുഡ് മോർണിംഗ് പറയുവാണ് സോൾസിന്, ഇവരുടെ ആത്മാവിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്ന് വെച്ചാൽ ഇവരുടെ ലവ് കാരണം ഇവരുടെ സോള് എല്ലാം വളരെയധികം പ്യുവറായി അല്ലെങ്കിൽ വളരെ ബ്രൈറ്റ് ആൻഡ് ഷൈനി ആയി മാറിയിരിക്കുന്നു. ഇവരുടെ ലവ് ഇപ്പോൾ ഇന്നസെൻ്റ് ആൻഡ് ഫിയർലെസ് ആണ്. പക്ഷേ വേറെ വേൾഡ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ജലസിയിലും സസ്പീഷ്യനിലുമാണ് ബേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവരുടെ ലവ് എന്ന് പറയുന്നത് ഇന്നസെൻറ്റും വളരെ പ്യുവറുമാണ്, വളരെ ഫിയർലെസ്സും ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഹീ സെസ് ദാറ്റ് ദെയർ ലവ് എന്ന് പറയുന്നത് മേക്സ് ദ ഹോൾ വേൾഡ് ഇറലവൻറ്റ്. ഇവർക്ക് ചുറ്റിനും നടക്കുന്നത് ജലസി ഉള്ള റിലേഷൻഷിപ്പ്, സസ്പീഷ്യൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെയാണ് ഇവരുടെ ചുറ്റിനും നടക്കുന്നതെങ്കിൽ ഇവരുടെ ലവ് വളരെ പ്യുവർ ആൻഡ് ഇന്നസെൻ്റ് ആണ്. ഇവരുടെ ലവ് എന്ന് പറയുന്നത് ഹോൾ വേൾഡ്, അതായത് ഇവർ സ്നേഹിക്കുന്നത്, അതായത് ഇവർ സ്നേഹിക്കുമ്പോൾ ഇവരുടെ ചുറ്റിനുമുള്ള ലോകം ഇറലവൻ്റ് ആയിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. ആൻഡ് എല്ലാ ബ്യൂട്ടിയും ഇവരെല്ലാത്തിനകത്തും ബ്യൂട്ടിയും വണ്ടറും എല്ലാം കാണുകയാണ് ചെയ്യുന്നത് സ്നേഹിക്കുന്നത് കൊണ്ട്. ഓൾഡ് ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ് ആയിട്ടുള്ള സീ വോയേജസ്, പുതിയ ലാൻഡിൻ്റെയൊക്കെ മാപ്സ്, ഇതെല്ലാം ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് വെൻ ദേ ഫെൽ ഇൻ ലവ് ഇറ്റ് ഈസ് ലൈക്ക് ദേ ആർ ബീയിങ് ഇൻ എ ന്യൂ വേൾഡ്. അതായത് അവരുടെ ആ യൂണിയനിൽ ഒരു പുതിയ വേൾഡിൽ എത്തിച്ചേർന്നത് പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. സോ ഇവർ പണ്ട് കാലത്ത് ആളുകൾ പോയിക്കൊണ്ടിരുന്ന ജേർണീസ് ആണെങ്കിലും, പുതിയ ലാൻഡിൻ്റെ മാപ്പുകളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതർ ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് ഒക്കെ ആണെങ്കിലും വെറും ഇറലവൻ്റ് ആയിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. സ്റ്റാൻസ 3 അവരുടെ ദി ലവേഴ്സ് റിഫ്ലക്ട് ഈച്ച് അതർ പെർഫെക്റ്റ്ലി. ഒരു ഡീപ്പ് യൂണിറ്റിയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളതെന്നാണ് പറയുന്നത്. ഒരു പെർഫെക്റ്റ് സ്പിയറിൻ്റെ ഇമേജാണ് ജോൺ ഡൺ യൂസ് ചെയ്യുന്നത് അവരുടെ ലവിനെ കാണിക്കാൻ വേണ്ടി. റൗണ്ട്, ബാലൻസ്ഡ് ആൻഡ് എറ്റേണൽ. മെറ്റീരിയൽ തിങ്സ് പോലെ അല്ല ഇവരുടെ ലവ്, സ്പിരിച്വൽ ലവ് ആണെന്നാണ് പറയുന്നത്. സോ അവരുടെ ലവിന് ടൈം കൊണ്ട് ഡീക്കേ ആവത്തില്ല, ഡെത്തും ഹാപ്പൻ ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻസ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രൂ ലവ് എന്ന് വെച്ചാൽ ഇമ്മോർട്ടലാണ്, അൺബ്രേക്കബിൾ ആണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീംസ്, ഇപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പോമെന്ന് പറയുന്നത്. തീംസ് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ലവിനെ ഒരു അവേക്കനിങ് ആയിട്ട് പറയുന്നു, സോളിൻ്റെ അവേക്കനിങ് ആയിട്ട് പറയുന്നു. അതായത് വേൾഡ്ലി ഡിസ്ട്രാക്ഷൻസിൽ നിന്നും, ഇമ്മച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡിഷ് ആയിട്ടുള്ള തിങ്സിൽ നിന്നും ഉള്ളൊരു അവേക്കനിങ്. പിന്നെ ലവേഴ്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ബീയിങ്സ് അല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ലവിനെ തന്നെ ഒരു വേൾഡായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് പറഞ്ഞ പുതിയൊരു വേൾഡ് അവർ കണ്ടുപിടിച്ചു എന്നുള്ളത്. പിന്നെ ഫിസിക്കൽ ബ്യൂട്ടി പോലെ അല്ലെങ്കിൽ ഡിസയർ പോലെ അല്ല ലവ് എന്ന് പറയുന്നത്. പ്യുവർ ലവ് എറ്റേണൽ ആണ്, അതിനൊരു ഡീക്കേയോ ഡെത്തോ ഹാപ്പൻ ചെയ്യുന്നില്ല.
ഇനി ഇതിനകത്ത് വരുന്ന മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കമ്പാരിസൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ലൈഫിൽ, അതായത് ലവ് ബിഫോർ ലവ് എന്നുള്ള ആ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പ്രീ ലവ് പീരീഡ് എന്ന് പറയുന്നത് വെറും ചൈൽഡിഷ് ആൻഡ് ഇമ്മച്യൂർ ആയിട്ട് പറയുന്നു. ലവിനെ ഒരു ഗ്ലോബ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്തായിട്ട് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അല്ലേ. പിന്നെ ലവ് ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു പറയുന്നു. ഓൾഡ് ജിയോഗ്രഫിക്കൽ മാപ്സ് എന്ന് പറയുന്ന വെറും ഇറലവൻ്റ് ആയിട്ട് മാറുന്നു. അതൊക്കെ ലവിൻ്റെ ഡെപ്തിനെയാണ് കാണിക്കുന്നത്.